ഹായ് ഓൾ, നമ്മൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്കും ലഭിച്ചിട്ടുണ്ട്. പുതിയൊരു ടൂള് ലഭിച്ചിട്ടുണ്ട്. അതായത് അഫിലിയേറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ടൂള് കൂടുതൽ ആൾക്കാർക്ക് പേജിലാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേജും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. CM ടൂള് ലഭിച്ചവർക്കും ലഭിച്ചിട്ടുണ്ട്, ലഭിക്കാത്തവർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ടൂള് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഇന്റർഫേസിലായിരിക്കും കാണുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മളുടെ റീലിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇതിൽ കാണുന്ന ഫ്ലിപ്കാർട്ടിന്റെ ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ മിന്ത്രാന്റെ ഐറ്റംസ് ഉണ്ടാവും. ഈ ഐറ്റംസൊക്കെ നമ്മൾ ഇതിന്റെ ലിങ്ക് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന റീലിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ നമ്മുടെ റീല് നോക്കുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ മിന്ത്രയിലേക്കോ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ലഭിക്കുന്ന കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇപ്പം നിലവിൽ ഈ ഒരു ഐറ്റംസിനൊക്കെ 3% കമ്മീഷൻ കാണുന്നുണ്ട്. ഇതിന്റെ എമൗണ്ട് 100 ആണ്, അതിന്റെ കമ്മീഷൻ 3% കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇതിന്റെയൊക്കെ കമ്മീഷൻ നോക്കുക. ഇതിന്റെ എമൗണ്ട് 413 അതിൽ 7% കമ്മീഷൻ കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് പല ഐറ്റംസും നമ്മൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ട് അതിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റീലിൽ ലിങ്ക് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തല്ലോ. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നിലവിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിന്റെ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ഫാഷന്റെ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ഹോം ആൻഡ് ഗാർഡൻ, അതുപോലെ ഫർണിച്ചർ, അങ്ങനെ നിരവധി ഐറ്റംസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇതിന്റെ സെർച്ച് ചെയ്തിട്ട് നോക്കണമെങ്കിൽ അവിടെ സെർച്ച് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് കാണാൻ സാധിക്കും, ഫേവറേറ്റ് കാണാൻ സാധിക്കും, ഏർണിങ്സ് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ കാണുന്ന വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് ഇതിലുള്ള ലിങ്ക് നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെയുള്ള ഫ്ലിപ്കാർട്ടിന്റെ താഴെ കാണുന്ന ഈ ഗെറ്റ് സ്റ്റാർട്ടറിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. യു കുഡ് ഏൺ വിത്ത് ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ്. ഓക്കെ, അതിന്റെ താഴെ തന്നെ ഡിസ്കവർ ന്യൂ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇൻസ്പയർ വിത്ത് ഫ്ലിപ്കാർട്ട്, ഷെയർ സീംലെസ്ലി. ഓക്കെ, നമ്മൾ അതിന്റെ താഴെയുള്ള ഈ കണ്ടിന്യൂല് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അലോ മെറ്റ ടു കണക്ട് യു ടു യുവർ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട്. മെറ്റയായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ നിലവിൽ മെറ്റയായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം അത് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ഈ അലോ എന്നുള്ള ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ കൊടുക്കാനായിരിക്കും. കണ്ടോ, ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ വെച്ചിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ അടിക്കണം താഴെ. അപ്പോൾ അതിലേക്ക് ഒരു കോഡ് നമ്പർ വരും, നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ താഴെ വെരിഫൈ കൊടുക്കാം. വെരിഫൈ കൊടുത്തതിന് ശേഷം ഓക്കെ, ഇവിടെ കണ്ടിന്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടിന്യൂ കൊടുത്തപ്പോൾ കൺഗ്രാറ്റ്സ്, യു ആർ റെഡി ടു ഏൺ വിത്ത് ഫ്ലിപ്കാർട്ട്, ഷെയർ പ്രൊഡക്റ്റ് യു ലവ്, അതുപോലെ തന്നെ ട്രാക്ക് യുവർ പെർഫോമൻസ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വേണം. നമുക്ക് താഴെ ഡൺ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അഫിലിയേറ്റ് പാർട്ണർഷിപ്പിലെ ഏറ്റവും വലിയ കമ്പനിയായ ഫ്ലിപ്കാർട്ടുമായിട്ട് നമ്മൾ കണക്റ്റഡ് ചെയ്തിട്ടുണ്ട്, മെറ്റുമായിട്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെയുള്ള മിന്ത്ര അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് ഈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീലിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ നേരെ ഫേസ്ബുക്കിലേക്ക് പോയതിന് ശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റീലിൽ ക്ലിക്ക് ചെയ്യുക. റീലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫസ്റ്റ് തന്നെയുള്ള ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു ട്രൈപോഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ആഡ് പ്രൊഡക്റ്റ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സീ ഓൾ പ്രൊഡക്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ആക്കാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ നിലവിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന റീലിലുള്ളത് ഞാനൊരു ട്രൈപോഡിന്റെ വീഡിയോ ആണത്. അപ്പോൾ ആ ട്രൈപോഡ് നമ്മൾ ഇത് ആദ്യം സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താം. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടി. നമ്മൾ ആ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ലെഫ്റ്റിൽ തന്നെ കോപ്പി ലിങ്ക്, അതുപോലെ തന്നെ വ്യൂ ഓൺ ഫ്ലിപ്കാർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്ലിപ്കാർട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് കാണണമെങ്കിൽ കാണാം. പിന്നെ ആഡ് ടു ഫേവറേറ്റ്, നമ്മൾ ഫേവറേറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. നമ്മളിവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ റിവേഴ്സ് പോയതിന് ശേഷം നമുക്ക് ഇതിന്റെ തൊട്ട് താഴെ കാണാൻ സാധിക്കും ക്രിയേറ്റ് കസ്റ്റം ലിങ്ക് എന്നുള്ള ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് ഉണ്ടല്ലോ അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട പേര് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സേവ് അടിക്കാം. സേവ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യുക. ഇനി അഥവാ വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ റിമൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ റിമൂവ് കൊടുക്കാം. ഇനിയും അത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിലെ ഈ സേവ് എന്നുള്ളൊരു ബട്ടണിൽ പോയിട്ട് സേവ് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ സേവ് അടിച്ചതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം അപ്ലോഡ് ആയ റീലിൽ നമ്മളെ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ടോ നോക്കാം. കണ്ട, ഇവിടെ നമ്മൾ ആ പ്രൊഡക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ഡിജിറ്റേക്ക് കുറച്ച് സമയത്തിന് ശേഷം ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയോട് കൂടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഫിലിയേറ്റ് പാർട്ണർഷിപ്പ് എന്നില്ല ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് ഉപയോഗം ലഭിക്കുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ മിന്ത്രയിലോ പോയിട്ട് ഏത് പ്രൊഡക്റ്റാണോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആ പ്രൊഡക്റ്റ് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളുടെ റീലിൽ പോയിട്ട് നമ്മളെ ഈ ആഡ് പ്രൊഡക്റ്റിൻ്റെ ഭാഗത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. അതിൽ നിന്ന് ഒരു കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മന്ത്ലി നമുക്ക് ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ടൂളും കൂടി നിങ്ങൾ യൂസ് ചെയ്യണം. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടാത്തവർക്ക് നിലവിൽ ഈ ഒരു ടൂള് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നേരത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.